നമസ്കാരം, ചാറ്റസ് ബറ്റാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ നമ്മളൊരു മാർക്കറ്റിങ്ങിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച റീച്ചോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് കിട്ടിയില്ല. വെറുതെ ആ ഒരു കാര്യങ്ങൾ അതിനകത്ത് ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ചെയ്യാത്തത്. തീർച്ചയായിട്ടും നമുക്ക് ചാനൽ റീച്ച് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ കുറച്ച് വ്യൂസെങ്കിലും മിനിമം ഒരു 150-200 വ്യൂസെങ്കിലും ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാകും, ഒരാഴ്ച കൊണ്ട് 120-130 വ്യൂസ് അതിനകത്താണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരും കാണാതെ ആർക്കും ഉപയോഗമില്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും അത് മറന്നിട്ടില്ല, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഫാമിലേക്ക് ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. അതിനെ ഇവിടെ ഒരു ടാങ്ക് സെറ്റാക്കി അതിന് കൊടുക്കുന്ന വീഡിയോയാണ്. തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ വീഡിയോസിന് സപ്പോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിൽ കൂടി ഉണ്ടാകും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലേക്ക് വന്ന ആ പുതിയ അതിഥി ആരാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫാമിലേക്ക് വന്ന പുതിയ അതിഥി. കണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒരു കുഞ്ഞൻ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ്, നല്ല സൈസ് വയ്ക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ആ ഒരു ചെറിയൊരു വിരളിൻ്റെ അത്രയൊക്കെ ഉണ്ട്, എന്നാൽ പോലും നല്ലൊരു സൈസ് വയ്ക്കുന്ന ഐറ്റമാണ്. ഇനി ഇവനും നമ്മുടെ ഫാമിൽ ഉണ്ടാകും. ആ അതിഥിക്ക് ഒരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഓൾറെഡി എല്ലാ ടാങ്കും ഫില്ലാണ്. ഇനി ഉള്ള ഫിഷിനെയൊക്കെ മാറ്റിയിട്ട് വേണം ഒരു ടാങ്ക് അവർ കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് നമ്മുടെ അതിഥിക്ക് വേണ്ടി. കണ്ടല്ലോ അതിഥിയെ. അപ്പോൾ അതാണ് കാരണം, നമുക്ക് ബെറ്റാ ഫിഷിനെ ഒരു വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നതാണെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാ ഫിഷുകളോടും നമുക്ക് താല്പര്യമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഗാർ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഐറ്റങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ പുതിയൊരാൾ വന്നു എന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ടാങ്ക്. 2 ടാങ്ക് ഉണ്ട്. രണ്ടിലും പോളാർ വൈറ്റാണ് കിടക്കുന്നത്. ഇതിനകത്ത് എന്താ പായൽ നിറഞ്ഞു കിടക്കുന്ന കാരണം കാണാൻ പറ്റാത്തതാണ്. ഇതിനകത്ത് അത്യാവശ്യം കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ടാങ്ക് ഓപ്പൺ ആക്കിയപ്പോഴത്തേക്ക് എല്ലാം കയറി മൂലയ്ക്ക് ഒളിച്ചിരിക്കുകയാണ്. കണ്ടല്ലോ, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്യാവശ്യം കിടന്ന് ഓടുന്നുണ്ട്. 2 ടാങ്കിൻ്റെ ഹൈറ്റ് വെള്ളത്തിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ വളരെ താഴ്ന്നിട്ടുണ്ട്. ലീക്കേജ് വന്നിട്ടുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടാങ്കുകളെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു ടാങ്കിലുള്ള ഈ ഐറ്റങ്ങളെല്ലാം, ഈ ഫിഷുകളെല്ലാം പിടിച്ച് ഇതിനകത്തേക്ക് മാറ്റുക. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മുടെ റെഡ് ടൈൽ കാറ്റ് ഫിഷിനെ ഇടുക. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. നമ്മുടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പോളാർ വൈറ്റുകളൊക്കെ ഏകദേശം ഇറങ്ങി നടക്കുന്നുണ്ട്. അവർക്ക് നല്ല പേടിയാണ്. കണ്ടല്ലോ, എല്ലാം നേരത്തെ വീഡിയോ എടുത്ത സമയത്ത് എല്ലാം ഈ ഒരു ചെടിച്ചട്ടി ഇടയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിപ്പോണ്ട്. ഇതേപോലെ തന്നെ ഇതിനകത്തുണ്ട്. ഈ കാണാൻ പറ്റാത്തതാണ്. നമുക്ക് നോക്കാം. ഈ ഒരു ഐറ്റങ്ങളെല്ലാം കൂടെ ഇതിനകത്തേക്ക് മാറ്റാൻ പോവുകയാണ്. നമുക്ക് അവിടെ ഒരു ഒച്ച് മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഇത് കഴിക്കുന്നുണ്ടോയെന്നറിയില്ല. ബാക്കി എല്ലാ ടാങ്കുകളിലും അതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നോക്കിയിട്ട് ഒരു കുഞ്ഞുങ്ങളെ പോലും, ഈ ഒച്ചിൻ്റെ ആപ്പിൾ സ്നെയിലിൻ്റെ ഒരു കുഞ്ഞിനെ പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ തവള ശല്യം ഉണ്ട് കേട്ടോ. തവളയ്ക്ക് ഒരു കുറവുമില്ല. എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ല. തവളയാണ് ഇരിക്കുന്നത്. സാധനം എത്ര പിടിച്ച് വെളിയിൽ കളഞ്ഞാലും വീണ്ടും കയറി വരും. അങ്ങനെ നമ്മുടെ പോളാർ വൈറ്റുകൾ കൂട്ടമായിട്ട് നടക്കുന്ന ഒരു വീഡിയോ ഉണ്ടോ? ചെറുതായിട്ട് നനക്കം കിട്ടിയാൽ അപ്പോഴേ ഓടി എവിടെയെങ്കിലും പോകും. ഓടുന്നുണ്ടോ? നല്ല വരിയായിട്ട് പോവുകയാണ് എല്ലാവരും കൂടെ ബാച്ചായിട്ട്. വലിയ എണ്ണമൊന്നുമില്ല, അത്യാവശ്യമൊക്കെ സെയിലായി പോയതാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എവരെയും കൂടി നമുക്ക് ഈ ടാങ്കിലേക്ക് ഇടാം. അത്രയൊക്കെ ഉള്ളൂ. അത്യാവശ്യം നല്ല ബ്രീഡിങ് സൈസ് ആയതാണ്. പിന്നെ നമുക്ക് അതിനെ പെയർ തിരിക്കാനും അതിന് നിന്നുള്ള സ്പേസ് കാര്യങ്ങൾ ടാങ്ക് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഒരുമിച്ചിട്ടേക്കുന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് ഈ ഒരു ടാങ്ക് ഒന്ന് വറ്റിക്കണം. ഇതിനകത്ത് ലീക്ക് എന്തായാലും ഉണ്ട്. ഈ ടാങ്ക് വറ്റിച്ചതിന് ശേഷം ഇതിനകത്തുള്ള മീനുകളെ പിടിച്ച് പുതിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇറക്കി ഇതിനകത്ത്
ഈ 2 ഐറ്റങ്ങളെ ഇടുന്ന പരിപാടിയാണ്. നമുക്കിനി അത് നോക്കാം. നമുക്കിതിനകത്ത് എത്ര ഫിഷ് ഉണ്ടെന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ പായൽ ഇങ്ങനെ നടക്കുകയാണ്. അറിയില്ല. ആദ്യം നമുക്കെന്തായാലും ഈ ഒരു പായൽ എല്ലാം ഒന്ന് മാറ്റി നോക്കണം. അതിന് ശേഷം ഫിഷുകളൊക്കെ പിടിക്കാം. പിടിച്ചതിന് ശേഷം നമുക്ക് ആ ടാങ്ക് ഒന്ന് ക്ലിയർ ചെയ്യാം. ഏകദേശമൊക്കെ നമ്മൾ ടാങ്കിൻ്റെ പായലൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്തുള്ള ഫിഷുകളൊക്കെ നമ്മൾ പിടിച്ച് നോക്കാം. പിടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തവളയെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ താഴെ തോട്ടിലോട്ട് ഇടാം. അങ്ങനെ നമ്മുടെ ഒരു ടാങ്ക് വറ്റിച്ചു. അതിൻ്റെ ഫിഷുകളൊക്കെ പിടിച്ചു. അതിനകത്തേക്ക് നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് വെള്ളം നിറയ്ക്കുക. നമ്മുടെ എല്ലാ മീനുകളെയും, എല്ലാ പോളാർ വൈറ്റുകളെയും, അതിനകത്തൊക്കെ കിടക്കുന്ന ബാക്കി ഫിഷുകളെയൊക്കെ പുറക്കി അതിനകത്ത് ഇടുക എന്നുള്ളതാണ്. നമ്മുടെ മറ്റേ ടാങ്ക് കൂടെ വറ്റിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള പോളാർ വൈറ്റിൻ്റെ വീഡിയോ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്തു. പ്ലാസ്റ്റിക് ഷീറ്റ് ഇറക്കി അവിടെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം അവിടെ ഒരു ടാങ്കിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പോളാർ വൈറ്റിൻ്റെ വീഡിയോ നോക്കാം. ഏകദേശം ഒരു 150ഓളം പീസുകൾ ഇതിനകത്തുണ്ട്. കണ്ടല്ലോ. ആഹാ, ഇത്രയും ഐറ്റങ്ങൾ കൊണ്ട് കിടപ്പുണ്ട് ഇതിനകത്ത്. ഇനി ഇതിൻ്റെ പാരൻസിൻ്റെ വീഡിയോ നോക്കാം. നമ്മുടെ മെയിൽ പോളാർ വൈറ്റിൻ്റെ പാരൻറ്റ് മെയിലിനെ ഒന്ന് നോക്കാം. ഇത്രയും സൈസുണ്ട് സാധനം. നല്ല സൈസായിട്ടുണ്ട്. ഇത്രയും സൈസും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്ന് നമ്മൾ ഫീഡൊക്കെ കൊടുത്ത് ഇതേപോലെ ആക്കിയെടുത്തതാണ്. ഇത്രയും സൈസ് ആവാറുണ്ടോയെന്ന് അറിയില്ല. കാരണം ഏകദേശം 8 മാസത്തോളമായ ഒരു ഇത്രയും സൈസൊന്നും വന്നിട്ടില്ല. അത്രയും സൈസുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ സൈസുള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ 2 ടാങ്കുകളും സെറ്റാക്കിയിട്ടുണ്ട്. വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. ഈ ടാങ്കിലേക്ക് നമ്മുടെ എല്ലാ ഐറ്റങ്ങളെയും, എല്ലാ പോളാർ വൈറ്റും, അതിനകത്ത് കുറച്ച് ഏഞ്ചലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ ആൾക്കാരും ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഇത്ര ആൾക്കാർക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുമിച്ചിട്ടത്. വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ അവർ ഹാപ്പി ആയിട്ട് കിടപ്പുണ്ട്. ഇത് നമ്മുടെ പോളാർ വൈറ്റിൻ്റെ പാരൻറ്റിനെ എടുത്തിട്ടുണ്ട്. മെയിൽ ഫീമെയിൽ എന്ന് കിടപ്പുണ്ട്. ഇനിയാണ് നമ്മുടെ ഹീറോയുടെ വരവ്. നമ്മുടെ റിയൽ ഹീറോ ഇനി ഇതിനകത്തേക്കാണ് വരാൻ പോകുന്നത്. നമുക്കിനി അതിലേക്ക് നോക്കാം. നമ്മുടെ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ് അടിപൊളിയായിട്ട് കിടപ്പുണ്ട് സാധനം. പുതിയ ഒരു മോൺസ്റ്റർ. നേരത്തെ നമ്മുടെ അലിഗേറ്റർ കാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്ഡേഷൻ വീഡിയോസൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഇതിനെയും കൂടി 1 മാസമോ 2 മാസമോ കഴിഞ്ഞ് ഇതിൻ്റെ സൈസ് വേരിയേഷൻ വരുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമുക്കിതിനെ നമ്മുടെ ആ ടാങ്കിലേക്ക്, പോളാർ വൈറ്റിൻ്റെ പാരൻറ്റ് കിടക്കുന്ന ടാങ്കിലേക്ക് നമുക്ക് ഇറക്കി വിടാം. നമ്മുടെ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷിനെ പയ്യെ അതിനകത്ത് ഇറക്കി വിടാൻ പോവാണ്. നമ്മൾ ഇന്നലെ കൊണ്ടുവന്നതാണ്. ബക്കറ്റിൻ്റെ അകത്ത് വെച്ചിരുന്നു. എടുത്തതിലോട്ട് ഇടാൻ പോവുകയാണ്. ഇറങ്ങട്ടെ. ഇറങ്ങി നമ്മുടെ ടാങ്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യവനാണ് ഈ ടാങ്കിൻ്റെ മെയിൻ ആൾ. പോളാർ വൈറ്റ് നമുക്ക് ടാങ്കിലേക്ക് മാറ്റാം. ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ ടാങ്ക് ഇല്ലാത്തത് കൊണ്ട് സൈസ് വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ഇതാകണ്ടല്ലോ, അത്യാവശ്യം നല്ല സൈസ് വേരിയേഷൻ ഇല്ലാത്തതുകൊണ്ട് രണ്ടത്തിന് ഇട്ടേക്കുന്നത്. ഇനി ഇതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോസിൽ നമുക്ക് ഉൾപ്പെടുത്താം. നല്ല സൈസ് വയ്ക്കുന്ന ഐറ്റമാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഗ്രോത്തിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്സിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അത്യാവശ്യം ഇവിടെയൊക്കെ ഒന്ന് നോക്കി പരിചയപ്പെട്ട് വരികയാണ് ഇവർക്ക്. കണ്ടല്ലോ, അവൻ ഓടിക്കളിക്കാനൊക്കെ ഉള്ള നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ പോളാർ വൈറ്റിൻ്റെ പാരൻറ്റ് ഇവിടെ നിൽപ്പുണ്ട്. നിൽക്കുന്നുണ്ട്. അവരിവിടെ അനങ്ങാതെ നിൽപ്പുണ്ട്. എന്തായാലും ഇവർക്ക് ഒരു സ്പേസ് കൊടുക്കും. നമുക്ക് വേറൊരു സമയത്ത് നമുക്കിതിന് സ്പേസ് കൊടുക്കണം. തൽക്കാലത്തേക്ക് ഇപ്പോൾ ടൈമില്ല. നമുക്കിപ്പോൾ ഇതിന് സ്പേസും ഇല്ല. എന്തായാലും ക്ലിയർ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി മാറ്റിയിട്ടേക്കാണ്.
വീഡിയോ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ചാനലിൽ റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്താണെന്ന് അറിയില്ല. തീർച്ചയായിട്ടും റീച്ച് കിട്ടുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസ് നമ്മൾ ചാനലിൽ കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ കാണുന്ന ആൾക്കാർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയ കണ്ടൻറ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.